നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ബ്രസീലിയൻ യുവ പ്രതിഭയായ വിറ്റോർ റോക്കിനെ സ്പാനിഷ് ക്ലബ്ബായ FC ബാഴ്സലോണ സ്വന്തമാക്കിയത്. അത്ലറ്റിക്കോ പാരനൈൻസിന് ഏകദേശം 60 മില്യൺ യൂറോയോളം നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ ബാഴ്സലോണ കൊണ്ടുവന്നിരുന്നത്. 2031 വരെയുള്ള ഒരു ദീർഘകാലത്തെ കോൺട്രാക്റ്റിൽ അദ്ദേഹം ഒപ്പുവെച്ചിരുന്നു. പക്ഷേ പരിശീലകനായ ചാവിക്ക് കീഴിൽ കേവലം 350 മിനിറ്റുകൾ മാത്രമാണ് താരം കളിച്ചിട്ടുള്ളത്. കൂടാതെ പുതിയ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിനെ തൃപ്തിപ്പെടുത്താനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇതോടെ അദ്ദേഹത്തിന് ലോൺ അടിസ്ഥാനത്തിൽ റയൽ ബെറ്റിസിലേക്ക് പോവേണ്ടി വരികയായിരുന്നു. നിലവിൽ ബെറ്റിസിന് വേണ്ടി അദ്ദേഹം അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ FC ബാഴ്സലോണയിൽ സംഭവിച്ചത്? അതേക്കുറിച്ച് ചില കാര്യങ്ങൾ വിറ്റോർ റോക്ക് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പൊതുവിൽ ബാഴ്സയിൽ കാര്യങ്ങളെല്ലാം സങ്കീർണമായിരുന്നു. ഞാൻ വ്യത്യസ്തമാകും എന്നായിരുന്നു കരുതിയിരുന്നത്. എനിക്ക് ചില അവസരങ്ങളൊക്കെ ലഭിച്ചു, പക്ഷേ ഞാൻ കരുതിയ രീതിയിൽ അല്ല ലഭിച്ചത്. യൂറോപ്പിൽ കളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ വളരെ വലിയ ഒരു ക്ലബിലേക്ക് എത്തി. അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഞാൻ റയൽ ബെറ്റിസിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതാണ് വിറ്റോർ റോക്ക് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. റയൽ മാഡ്രിഡിനെതിരെയുള്ള മത്സരത്തിൽ 33 മിനിറ്റ് റയൽ ബെറ്റിസിന് വേണ്ടി കളിക്കാൻ വിറ്റോർ റോക്കിന് കഴിഞ്ഞിരുന്നു. ബ്രസീലിൻ്റെ സീനിയർ ടീമിലേക്ക് തിരിച്ചെത്തലാണ് തൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് ഈ താരം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ബ്രസീൽ സീനിയർ ടീമിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ ബ്രസീലിൻ്റെ അണ്ടർ 21 ടീമിനോടൊപ്പമാണ് ഈ ഒരു 19-കാരനായ താരമുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.